കാട് നിശബ്ദമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. മോഗ ഒട്ടും കരുണയില്ലാത്തവളാണെന്ന് കാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനസ്സിലായി. അവർ മോഗയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പോംവഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് അതിവേഗത്തിൽ പറന്നു വന്നത്. ഗ്രാമത്തിലെ വയലുകളിൽ നെന്മണികൾ കൊത്തി തിന്നാൻ ദിവസങ്ങൾക്ക് മുൻപേ പുറപ്പെട്ട സഞ്ചാരിപ്രാവായിരുന്നു അത്. കാട്ടിൽ അസാധാരണമായ എന്തോ സംഭവിച്ചുവെന്ന് ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് കേട്ട് നെന്മണികൾ അവിടെ ഉപേക്ഷിച്ച് നാടുചുറ്റൽ നിർത്തി അവൾ വേഗം കാട്ടിലേക്ക് പറന്നെത്തിയതാണ്. മോഗയുടെ ശാപമന്ത്രമേൽക്കാത്ത കാട്ടിലെ ഏക ജീവി സഞ്ചാരിപ്രാവായിരുന്നു. സഞ്ചാരിപ്രാവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പമ്മനാന തന്റെ തുമ്പിക്കൈ മോഗയുടെ വീട്ടിലേക്ക് ചൂണ്ടി ചില ആംഗ്യങ്ങൾ കാണിച്ചു. സഞ്ചാരിപ്രാവിന് പമ്മൻ പറഞ്ഞ കാര്യം ഏറെക്കുറെ പിടികിട്ടി. മോഗയുടെ മന്ത്രവിദ്യകൾക്ക് മറുവിദ്യ അറിയുന്ന ആൾ മന്നവൻ കാട്ടിലെ കിങ്ങിണിപ്പൂച്ചയാണെന്നാണ് പമ്മൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചാരിപ്രാവ് ഒച്ചതാഴ്ത്തി പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ മന്നവൻ കാട്ടിലേക്ക് പോയി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കാണാം. നിങ്ങൾ വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് സഞ്ചാരിപ്രാവ് മോഗ കാണാതെ പതിയെ മന്നവൻ കാട് ലക്ഷ്യമാക്കി പറന്നു. മന്നവൻ കാട്ടിലെത്തി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കണ്ട് സഞ്ചാരിപ്രാവ് മോഗയുടെ ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് കിങ്ങിണിപ്പൂച്ച ഒരു ചെറിയ സഞ്ചിയിൽ കുറച്ച് വിത്തുകൾ നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഇതൊരു മാന്ത്രിക വിത്താണ്. ഈ വിത്ത് മോഗയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി മുളപ്പിക്കുക. വിത്തുകൾ മുളപൊട്ടിയാലുടൻ തന്നെ മോഗയുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും കാടും കാട്ടിലെ പക്ഷിമൃഗാദികളും രക്ഷപ്പെടും. വേഗം പറന്നുകൊള്ളൂ. ഇരുട്ടുന്നതിനു മുൻപേ തന്നെ കാടെത്തണം. മന്നവൻ കാടിനോടും കിങ്ങിണിപ്പൂച്ചയോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സഞ്ചാരിപ്രാവ് വേഗം തന്നെ വിത്തുകൾ നിറച്ച സഞ്ചിയും കൊത്തി പറന്നു. സഞ്ചാരിപ്രാവ് കൊണ്ടുവന്ന വിത്തുകൾ മിക്കു കുരങ്ങൻ മോഗ കാണാതെ മോഗയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി. അത്ഭുതമെന്ന് പറയട്ടെ, വിത്തുകൾ മുളപൊട്ടാൻ തുടങ്ങിയതോടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മിണ്ടാനും പാടാനും കഴിഞ്ഞു. മോഗയുടെ ദുർമന്ത്രങ്ങൾ ഇനി ഒരിക്കലും തങ്ങളെ ബാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി. അവർ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിശബ്ദം കേട്ട് മോഗ പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചു. പക്ഷികൾ വീണ്ടും പാടുന്നു, മൃഗങ്ങൾ മിണ്ടുന്നു. മോഗയ്ക്ക് അപകടം മണത്തു. തൻ്റെ മന്ത്രങ്ങളുടെ ശക്തി മറുമന്ത്രങ്ങൾ കൊണ്ട് ആരോ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ല, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം മന്ത്രവടി വീശി കഠിന മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. കാൽപാദങ്ങൾ മണ്ണിൽ തറയട്ടെ, കണ്ണിലിരുട്ട് പടരട്ടെ, വഴികൾ പാടെ മറയട്ടെ, ചലിക്കാതെ നിൽക്കു ശില പോലെ, മന്ത്രക്കൂട്ടിൽ കുടുങ്ങു നീ, ഘോര ഘോര കിലു 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 സ്വാഹ. ഇത്തവണ മോഗയുടെ മന്ത്രം ഫലിച്ചില്ല. പക്ഷേ അഹങ്കാരിയായ മോഗ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ വീണ്ടും ദുഷ്ടമന്ത്രങ്ങൾ ജപിച്ചു. അപ്പോഴും ഫലമുണ്ടായില്ല. ദുർമന്ത്രങ്ങൾ പറഞ്ഞത് കാരണം മോഗയുടെ ശക്തി ക്ഷയിച്ചു വന്നു. പെട്ടെന്ന് മോഗയുടെ വീടിന് തീപിടിച്ചു. ഒന്നും ചെയ്യാനാവാതെ അവൾ ആ തീയിൽ കുടുങ്ങി നോക്കി നിന്നു. മൃഗങ്ങൾ ഇത് കണ്ട് ഓടിയെത്തി. പമ്മനാന തന്റെ തുമ്പിക്കൈയിൽ വെള്ളം കോരി തീയണയ്ക്കാൻ ശ്രമിച്ചു. ഹൂഹു ജിറാഫ് തന്റെ നീളൻ കഴുത്ത് നീട്ടി അരുവിയിൽ നിന്നും വെള്ളം കോരിയെടുത്ത് തീയണയ്ക്കാൻ പാടുപെട്ടു. കാട്ടിലെ സകല മൃഗങ്ങളും പക്ഷികളും തങ്ങളെ കൊണ്ടാവും പോലെ തീയണയ്ക്കാൻ ശ്രമം നടത്തി. അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ആ തീ അണച്ചു. മൃഗങ്ങളും പക്ഷികളും ചേർന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചത് കണ്ടപ്പോൾ
മോഗയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. മോഗ പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദേഷ്യം എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യൂ. സ്നേഹവും സഹകരണവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മന്ത്രമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ മോഗ ദേഷ്യം ഉപേക്ഷിച്ച് മൃഗങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി മാറി. അതാ നോക്കൂ, പമ്മനാനിയും ഹൂഹു ജിറാഫും ചിരിച്ചു കളിച്ച് മോഗയോടൊപ്പം പറക്കുന്നത് കണ്ടോ? മോഗയുടെ പറക്കും മന്ത്രമാണത്. ഹലും ഗലും 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 പറ 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 പക്ഷിയെപ്പോൾ മേഘപ്പൊട്ടിൽ തൊട്ടിടാൻ പൊങ്ങുയരു വേഗത്തിൽ ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും 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 ഗലും